രാവണപാതി. രചന നീള. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രാവണ, ഇത്തിരി നേരത്തെ കൂടി കണ്ടുമുട്ടേണ്ടവരെന്ന് നമ്മള്. രാവണ കൊള്ളാം, എന്താ ഇപ്പൊ അങ്ങനെ ഒരു വിളി? വിയർത്തൊട്ടി തന്നെ മാറിൽ പമ്മിക്കിടക്കുന്നവളെ ഒന്നുകൂടെ ചേർത്തണച്ചുകൊണ്ട് അയാൾ മറുചോദ്യം എറിയുമ്പോൾ കുറുമ്പ് നിറഞ്ഞുടങ്ങിയിരുന്ന ആ പെണ്ണിൽ പിന്നെ അന്യന്റെ ഭാര്യ മോഹിക്കുന്നതിനെ ശ്രീരാമനെന്ന് വിളിക്കാനൊക്കോ? തന്റെ നെഞ്ചിൽ പല്ലുകളാഴ്ത്തി കുറുമ്പ് പറയുന്നവളറിയെ നേർത്തൊരു ചിരി ഉടർന്നിരുന്നു ആ ചുടികളിലും. എന്തിനെപ്പറ്റി ചിരിക്കുന്നേ? സമൂഹത്തിന് മുമ്പിൽ ഞാൻ മറ്റൊരുത്തന്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. എത്ര വിസ്മരിച്ചാലും അതൊന്നും സത്യമാവില്ലല്ലോ രാവണ. എങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് മുമ്പിൽ വന്നിന്ന്? പതിവ്രതയായിട്ട് തുടരായിരുന്നില്ല സീതേ. പൊങ്ങി വന്ന കോപത്തോടെ തന്നെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുള്ളവന്റെ വാക്കുകൾ വല്ലാതെ നെഞ്ചിൽ തറഞ്ഞ പോലെ തോന്നി. വല്ലാത്ത അമർഷം, ദേഷ്യം, സങ്കടം തന്നിൽ നിറയുന്ന വികാരത്തെ നിർവചിക്കാനാവുന്നില്ലായിരുന്നു അവൾക്ക്. പതിവ്രത വാക്കുകൾ കേൾക്കാനൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ മഹി? എന്നാൽ ജീവിതത്തിൽ അതിനെന്താ അർത്ഥമാണുള്ളത്? ഒരാഴ്ച മൊത്തം ഒരുത്തൻ്റെ അടുക്കളയിൽ പോകൊണ്ട് കിടക്കുന്നു. അയാളുടെ വിഴുപ്പിൽ സോപ്പ് തരി പോലെ തേഞ്ഞില്ലാതാവുന്നു. അതോ സർവ്വസഹയായി നിന്ന് അയാളുടെ കോപവും ശകാരവും പരിഹാസവും ഏറ്റുവാങ്ങുന്നു. ഏതിനും എന്തിനും റൂൾസ്. അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ നടക്കരുത്, അവരോട് മിണ്ടരുത്, ഇങ്ങനെ സംസാരിക്കരുത്, മുതിർന്നവരെ എതിർക്കരുത്. ഞാൻ എല്ലാം സഹിച്ചേനെ. എനിക്കായി ഇത്തിരി അറ്റൻഷൻ, ഇത്തിരി സമയം അയാളിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ. പുറമേ നോക്കുന്നവർക്കെല്ലാം സീത ഭാഗ്യവതിയാ, എല്ലാവർക്കും തരുന്ന ഭർത്താവ്. എന്നാൽ അയാൾക്ക് ഞാൻ വെറും വേലക്കാരിയാ, സാലറി കൊടുക്കാതെ ജോലി ചെയ്യുന്ന വേലക്കാരി. അയാളുടെ മക്കളെ പ്രസവിക്കാനും വെച്ച് വിളമ്പാനുള്ള അയാളുടെ അമ്മയുടെ ഹോം നേഴ്സ്. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞ അഹങ്കാരി. ഒരുപക്ഷെ നിന്നെ ഞാൻ കണ്ടിരുന്നില്ലെങ്കിൽ രാവണ, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിൽ ഒടുക്കിയനെ ജീവിതം. നേരത്തെ കിതപ്പോടെ പറയുന്നവളെ കാണെ കുറച്ചു മുന്നേ വരെ തന്നിലെ കാമത്തെ ഉച്ചയിൽ ജ്വലിപ്പിച്ച തന്നോട് കുറുമ്പ് പറഞ്ഞവൾ തന്നെയാണോ ഇവളെന്ന് തോന്നിപ്പോയി അവനോ ആ നിമിഷം. ഏയ് സീത, കൂൾ. അതൊക്കെ സമൂഹത്തിന് മുമ്പിലല്ലേ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. എനിക്ക് മുമ്പിൽ എൻ്റെ പ്രണയമാണ് നീ, ഈ രാവണന്റെ പ്രണയം. രാവണന്റെയും സീതയുടെയും പ്രണയത്തെ വാഴ്ത്താത്ത നാളുകളില്ല ഇന്ന് ഈ ഭൂവില്. അറിയില്ലേ സീത നിനക്ക്? അടർത്തി മാറ്റിയതിനേക്കാൾ വേഗതയിൽ ആ പെണ്ണിനെ തന്റെ ഉടലോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളവന്റെ വാക്കുകൾ കേൾക്കെ വല്ലാത്തൊരു നാണം പൊതിഞ്ഞിരുന്ന അവളിലും ഒരിക്കൽ കൂടി അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തി തന്നിലേക്ക് പെയ്തിറങ്ങുന്നവനെ അറിയേ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവൾ താനാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. മഹി, എന്റെ നോട്ടത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാരാണെന്നറിയോ? അവളുടെ മാറിലേക്ക് തളർന്നു വീണവനെ തലോടിക്കൊണ്ട് ആരായുന്നവളെ കാണെ അറിയാതെ നോക്കിയിരുന്നു അയാൾ. വൈദേഹി മഹേന്ദ്രനാഥൻ, നിന്റെ പാതി. ഇന്നലെ കോടതി വിധി നിങ്ങളുടെ കേസിന്റെ. തികഞ്ഞ പുച്ഛത്തോടെയുള്ളവളുടെ വാക്കുകൾക്ക് അതേ പുച്ഛത്തോടെ തലയാട്ടിയിരുന്ന അവനും. അവൾ കിട്ടിയ സൗഭാഗ്യത്തെ തിരിച്ചറിയാതെ പോയ വിട്ടി. രാവണന്റെ പാതിയാവാൻ കഴിഞ്ഞിട്ടും ആ ഭാഗ്യത്തെ കൂടെ നിർത്താൻ കഴിയാത്ത വിട്ടി. കോർട്ടിലേക്ക് ഞാനും വരുന്നുണ്ട് ഇന്ന് നിനക്കൊപ്പം. ആ പെണ്ണിന്റെ വാക്കുകൾ കാതിൽ വീഴവേ വീണ്ടും ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറുകയായിരുന്നു അയാളപ്പോൾ. വൈദേഹി മഹേന്ദ്രനാഥിൽ നിന്നും വീണ്ടും വൈദേഹിയിലേക്ക്. പ്രതീക്ഷിച്ചതായിരുന്നു ഈ കോടതി വിധിയെങ്കിൽ പോലും വല്ലാതെ തളർന്നുപോയി പെണ്ണൊരുത്തി. തളർച്ചയോടെ കോടതി വരാന്തയിലെ ബെഞ്ചിലിരിക്കുമ്പോൾ ചുട്ടുപഴുത്തൊരു തുള്ളി കണ്ണുനീർ മാറിൽ പറ്റിക്കിടക്കുന്ന താരിയിലേക്ക് ഇറ്റുവീഴവേ സ്വയം പുച്ഛം തോന്നി അവൾക്ക്. ഇനിയും കരയാൻ കണ്ണീർ ബാക്കിയോ തനിക്ക്? ഈ കണ്ണീരിന് അർത്ഥമെന്താണ്? സ്നേഹിക്കുന്നോ ഇനിയും താൻ അയാളെ? ഇല്ല, ആഗ്രഹിച്ചതല്ലേ, കാത്തിരുന്നല്ലേ താനും ഈ വിധിയെ. പിന്നെ ഈ കണ്ണീരോ? ഇല്ല, ഇത് പ്രണയത്തിൻ്റെയോ സഹതാപത്തിൻ്റെയോ ഭാഗമല്ല. കേവലം ചതിക്കപ്പെട്ടവളുടെ നോവിൽ ചുട്ടുപഴുത്ത അഗ്നിയാണ്. സഹതാപം തോന്നുന്ന വൈദേഹി എനിക്ക് നിന്നോട്. തനിക്കരികിൽ നിന്ന് ഉയർന്ന സ്ത്രീ ശബ്ദത്തെ അറിയവേ തലയരിച്ചെന്ന് നോക്കാൻ മറന്നില്ല അവൾ. അരികിലിരിക്കുന്നവളെ കാണാൻ പുച്ഛം തോന്നിപ്പോയി. കുറച്ചു മുന്നേ കോടതി മുറിയിൽ മഹിക്കൊപ്പം മുട്ടിയൊരുമിയിരുന്നവൾ, തന്റെ താലി അറുത്തുമാറ്റിയവൾ, തന്നെ കഴിവെട്ടവളെന്ന് മുദ്രകുത്തിയവൾ. എന്നിട്ടും അവളോട് കോപം തോന്നില്ല തനിക്കെന്നതിൽ അത്ഭുതം തോന്നി വൈദേഹിക്ക്. രാവണ പ്രണയത്തിന് മുമ്പിൽ തോറ്റുപോയോ? രാവണപാതി. കൊടുക്കാൻ മറുപടി ഇല്ലായിട്ടല്ല, എന്നാൽ അതിന്റെ ആവശ്യകത ഇനി ഇല്ലെന്ന് തോന്നി. നടന്നകലാൻ ശ്രമിക്കാൻ വീണ്ടും മഹിയോട് ചേർന്ന് തന്നെ പരിഹസിക്കുന്നവളോട് സഹതാപം തോന്നിപ്പോയി വൈദേഹിക്ക്. ഇനിയും മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയ ആ പെണ്ണിന്. അതെന്നും അങ്ങനെയാണല്ലോ സീതേ. രാവണന്റെ പ്രണയത്തിന് മുമ്പിൽ നിന്ന് രാവണപാതി തോറ്റുപോയിട്ടല്ലേ ഉള്ളൂ. സീതയുള്ള രാവണന്റെ പ്രണയം വാഴ്ത്തിപ്പാടുന്ന ഏവരും വിസ്മരിക്കുന്ന ഒരു സത്യമുണ്ട്. രാവണന്റെ പാതി സീതയായിരുന്നില്ലെന്നത്. മണ്ടോദരി എന്ന പെണ്ണിന്റെ കണ്ണീരറിഞ്ഞ ഒരാളും രാവണന്റെ പ്രണയത്തെ വാഴ്ത്തിയിട്ടുമില്ല. എന്നാൽ ഇവിടെ നിനക്ക് പിഴച്ചുപോയി സീതേ. സ്വന്തം ഭർത്താവിന്റെ അന്യ സ്ത്രീകളുമായുള്ള ബന്ധം അറിഞ്ഞും മറ്റൊരുത്തിയുമായിട്ട് അയാൾ കിടപ്പറ പങ്കുവെക്കുന്ന കണ്ടും കരഞ്ഞും ജപിച്ചും കാലുപിടിച്ചും ജീവിക്കാൻ മണ്ടോദരി അല്ല വൈദേഹി. ഞാൻ അലക്കി വെടിപ്പാക്കിയ വസ്ത്രം കളഞ്ഞ് നിന്നെ തേടി ഇയാളെത്തുമ്പോൾ അതറിയാതെ ഇയാളോർത്ത് വ്രതമിരുന്ന, ഇയാളെ കാത്ത് അത്താഴപ്പട്ടിണിക്കിരുന്ന, ഇയാൾക്കായി വെച്ച് വിളമ്പിയ, ഇയാൾക്കായി സ്വപ്നങ്ങളെ മറന്ന വൈദേഹി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇയാളുടെ ചുളിഞ്ഞ വസ്ത്രങ്ങൾ പറ്റിപ്പിടിച്ച് നിന്റെ വിയർപ്പിന്റെ ഗന്ധം ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് വെറുത്ത ഇയാളെ. അന്ന് മരിച്ചതാ എനിക്കുള്ളിൽ ആ ഇയാളുടെ ഭാര്യയും. പിന്നെ സീത മറന്നുപോയിരുന്നു നീ. ഇയാളുടെ നെഞ്ചിൽ നീ ചേർന്ന് കിടക്കുമ്പോൾ
നിന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഈ താലിക്കൊരു അവകാശിയുണ്ടെന്ന്. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടോടുമ്പോൾ ജീവിതം മറന്നുപോയൊരു അവകാശി. നീ അയാളുടെ വീട്ടിൽ അടുപ്പൂതുമ്പോൾ ആ അടുപ്പിൽ വേവുന്ന ഓരോന്നിനായി നെട്ടോട്ടമോടുന്ന ഒരുത്തൻ. നീ അയാളുടെ മക്കളെ പെറ്റുവളർത്തുമ്പോൾ ഒരായുഷ്കാലം മുഴുവൻ നിന്നെ മക്കളെ കണ്ണിലങ്ങാതെ നോക്കാൻ പ്രാണൻ പിടിച്ചോടുന്ന ഒരുത്തൻ. സ്വന്തം മക്കളെയും അമ്മയും നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അയാൾ പോകുന്ന മറ്റൊരുത്തിയുടെ ചൂട് തേടിയല്ല, നന്നായിട്ട് അധ്വാനിച്ച് നിന്നെയും മക്കളെയും പോറ്റാനാ. എല്ലാം അറിഞ്ഞപ്പോൾ ആദ്യം ഏതൊരു പെണ്ണിനെ പോലെ ഞാനും ചിന്തിച്ച് എല്ലാം അയാൾ അറിയിക്കാമെന്ന് തന്നെയായിരുന്നു. എന്നാൽ അയാളുടെ സ്ട്രെസ്സും ടെൻഷനും, നിന്നോടും മക്കളോടുള്ള സ്നേഹവും, അതിലുപരി നിന്നോടുള്ള വിശ്വാസവും ചുരുങ്ങിയ നേരം കൊണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞതുകൊണ്ട്, എല്ലാം അറിഞ്ഞാൽ ചങ്കുപൊട്ടി ചത്തുപോയാളെന്ന് എനിക്ക് തോന്നിപ്പോയതുകൊണ്ട്, ചതിയുടെ വേദന എനിക്ക് അറിയാവുന്നതുകൊണ്ട്, അതുകൊണ്ടൊക്കെ നീ ഇന്ന് എനിക്ക് മുമ്പിൽ നിന്ന് വാചാലയാവുന്നു. ഞാൻ മൗനം പാലിക്കുന്നു. വീട്ടിലെ ജോലി ഒതുക്കി അയാളെ കാത്തിരിക്കുന്ന നീ അയാളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതേ അറ്റൻഷനും സ്നേഹവും കരുതലും പ്രണയവും സാന്ത്വനവും തലോടലും ഓരോ നാളും ഓഫീസിൽ നിന്ന് തളർന്നെത്തുമ്പോൾ അയാളും കൊതിക്കുന്നുണ്ട്. അത് കിട്ടാതെ വരുമ്പോഴാണ് അയാൾ നിന്നോട് ദേഷ്യപ്പെടുന്നു. നീ അയാളെ മറന്ന് മറ്റൊരുത്തിനെ തേടുന്നു. നിങ്ങൾ പരസ്പരം ഇരുന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം. അതിനൊരിക്കൽ പോലും പരസ്പരം ശ്രമിക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ ജീവിതം. പക്ഷേ നിന്നെ ഞാൻ ശപിക്കില്ല, കുറ്റപ്പെടുത്തില്ല. എന്തെന്നാൽ നീ എനിക്ക് നൽകിയത് വേദനയല്ല, മറിച്ചൊരവസരമാണ്. എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാനുള്ള അവസരം. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ പറ്റിച്ച് അന്വേഷിയുടെ ചൂട് തേടിപ്പോകുന്ന ഇയാൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ജീവിക്കാൻ മറന്നുപോയനെ ഞാൻ. നീ പറഞ്ഞ പോലെ രാവണൻ്റെ പാതി തോറ്റുപോയിരിക്കാൻ. എന്നാൽ വൈദേഹി എന്ന പെണ്ണ് തോൽക്കില്ല. കാരണം ജയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് സീതേ. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് കഴുത്തിലെ താലി ഒരു മഹിയുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് കാലിടറാ നടന്ന് നീങ്ങുന്നവളെ കാണെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു സീതയുടെയും. അവളെ എതിർക്കാൻ പോയിട്ട് ആ പെണ്ണിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയിൽ നിന്ന് തോന്നിപ്പോയി അവൾക്ക്. താലി ഒരു ആഭരണമല്ല, സിന്ദൂര ഒരു അലങ്കാരവുമല്ല, രണ്ടൊരു വിശ്വാസ, ഒരു പെണ്ണിൻ്റെ ജീവിക്കാനുള്ള പ്രതീക്ഷയാ. അവളിലെ വിശ്വാസത്തെ, പ്രതീക്ഷയെ കാത്തു സൂക്ഷിക്കുന്നവനാണ് പുരുഷൻ. അതവൻ നഷ്ടപ്പെടുത്തിയ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും അവൾക്കൊരു ഭാരമാണെന്ന് തോന്നുന്നത് ഒന്നും കൂടെ കൂട്ടരുത് എൻ്റെ കുട്ടി. പിന്നീട് അതൊരു ബാധ്യതയാവും നിന്റെ ജീവിതത്തിൽ. നിറഞ്ഞു വന്ന വൈദ്യുവിൻ്റെ കണ്ണ് രണ്ടും തുടച്ചു കൊടുത്തുകൊണ്ട് ആ അച്ഛൻ പറയുമ്പോൾ ആ കൈകൾ വിടാതെ മുറുകെ പിടിച്ചിരുന്ന അവളും. തോറ്റുപോയെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ കുട്ടിക്ക്? അതിന് ഞാനിനി ജീവിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ അച്ഛ. കാലിടറുമ്പോൾ ചേർത്ത് പിടിക്കാൻ അച്ഛനില്ലേ എനിക്ക്. കണ്ണു നിറയുമ്പോൾ തുടച്ചൊരു അമ്മയില്ലേ എൻ്റെ ഒപ്പം. ഇത്തിരി സമയം വേണ്ടി ഒരു അച്ഛ. പറന്നു വരണം ഒരിക്കലും ഉപേക്ഷിച്ച എൻ്റെ സ്വപ്നങ്ങളിലേക്ക്. ഒന്ന് സ്റ്റേബിളാകുമ്പോൾ തിരഞ്ഞെടുക്കണം ഒരു ജീവിതം. എൻ്റെ പ്രണയനെ ചതിച്ചെന്ന് കരുതി എനിക്ക് പ്രണയത്തിലുള്ള വിശ്വാസം നഷ്ടം വന്നിട്ടില്ല അച്ഛ. കാരണം കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഞാൻ കൺമുമ്പിൽ കാണുന്ന പ്രണയ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും. അച്ഛൻ്റെ മോള് സ്ട്രോങ് അല്ലേ? കണ്ണിലുതിർന്ന അവസാനത്തുള്ളി കണ്ണുനീര് അമർത്തി തുടച്ച് അച്ഛൻ്റെ കൈയും പിടിച്ച് ആ കോടതി വളപ്പിൽ നിന്നിറങ്ങുമ്പോൾ 25കാരിൽ നിന്നും വീണ്ടും ആ പെണ്ണ് 5 വയസ്സുകാരി ആവുകയായിരുന്നു. അച്ഛൻ്റെ കൈയും പിടിച്ച് പുതിയൊരു ലോകത്ത് അറിയാനെന്നോണം പാഠശാലയിലേക്ക് നടന്നു കയറിയ 5 വയസ്സുകാരി. വൈദേഹിയുടെ ജീവിതത്തോടെ അവസാനിക്കുകയല്ല, തുടങ്ങുകയാണ്. പുതിയ പ്രതീക്ഷകളിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക്. അവളെ അറിയുന്ന ഒരാൾ എന്തെങ്കിലും അവളിലെ പ്രണയത്തെയും പൂർണ്ണമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.